സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണമെന്ന് ബിനോയ് വിശ്വം. കടുംപിടുത്തം, ഭരണഘടനാ വിരുദ്ധം. ഗവർണർ രാഷ്ട്രീയ ചട്ടുകമായി അധപതിക്കുന്നു. രാജ്ഭവനെ RSS ക്യാമ്പ് ഓഫീസാക്കി മാറ്റുന്നുവെന്നും ബിനോയ് വിശ്വം. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള ഇനി ഓർമ്മ. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യം. അനുശോചിച്ച് നേതാക്കൾ. 2 ദിവസത്തെ ദുഃഖാചരണം. ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി കോൺഗ്രസ്. മാലിന്യത്തള്ളൽ നിർബാധം. അശാസ്ത്രീയമായ സംസ്കരണം ഉൾപ്പെടെ കേസുകൾ വർദ്ധിക്കുന്നു. പിഴയിനത്തിൽ എൻഫോഴ്സ്മെന്റിലെത്തുന്നത് 10,000. കുലുക്കമില്ലാതെ സ്ഥാപനങ്ങൾ. നടപടി കടുപ്പിച്ച് സ്ക്വാഡ്. വിശദമായ വാർത്തകളിലേക്ക്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭാരതാംബയുടെ മുഖഛായ ഇതാകണമെന്ന് ആരാണ് തീരുമാനിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. ഭാരതാംബ, ഭാരതമാതാവ് എന്നത് സങ്കല്പം മാത്രമാണ്. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണം. രാജ്ഭവനെ BJP ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഗവർണർ പദവിയെ വേണ്ട എന്നതാണ് CPIയുടെ നിലപാട്. മുഖ്യമന്ത്രി നേരിട്ട് അതൃപ്തി അറിയിക്കണോ എന്നത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന ഗവർണറുടെ കടുംപിടുത്തം അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഗവർണർ പദവി തന്നെ ആവശ്യമില്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഗവർണർമാർ രാഷ്ട്രീയ ചട്ടുകമായി അധപതിച്ചു. രാഷ്ട്രീയ വടംവലിക്കുള്ള പദവി ഗവർണർ പദവി കാണരുത്. ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിക്കുന്നതിനോട് ഒരു ഇന്ത്യക്കാരനും യോജിക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് മൗലികമായി ഈ ഗവർണർ പദവി തന്നെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ്. അത് CPI ബേസിക് സ്റ്റാൻഡ്. ആ പദവി നാൾക്കുനാൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുമ്പോൾ CPI സ്റ്റാൻഡ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഗവർണർ പദവി ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചവിട്ടുപടിയല്ല, അതിൻ്റെ മാധ്യമവുമല്ല. പക്ഷെ കൂടുതലായിട്ട് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണ്ടി രാഷ്ട്രീയ ചട്ടകമായി മാറാൻ ആവേശം കാണിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെ തള്ളിപ്പറയലാണ്. ഗവർണർമാർ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റരുത്. ഭാരതമാതാവ് എന്ന സങ്കല്പം ഇന്ത്യക്കാർക്കെല്ലാം ആവേശം നൽകുന്ന പ്രതീകമാണ്. പക്ഷേ ആ ഭാരതാംബയ്ക്ക് RSS കൽപ്പിക്കുന്ന മുഖഛായ വേണമെന്നും RSS ശാഖയിൽ ഉയർത്തുന്ന കൊടി ഭാരതമാതാവ് പിടിക്കണമെന്നും ആ മാതാവിന്റെ സിംഹാസനം ഒരു സിംഹമാകണമെന്നും ആ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കറിയാത്ത, ഇന്ത്യയുടേതല്ലാത്ത ഭൂപടം വേണമെന്നുമുള്ള പിടിവാശിയൊന്നും രാജ്യം അംഗീകരിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയുടെ ഭൂപടം എന്താണെന്ന്. അതല്ല രാജ്ഭവനിൽ ഗവർണർ ചൂണ്ടിക്കാണിച്ച ഭൂപടം. ഇന്ത്യയുടെ ദേശീയ പതാകയല്ല അവിടെ ഉണ്ടായിരുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അത്തരത്തിലുള്ള RSSന്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിന്റെ മുന്നിൽ പൂക്കൾ അർപ്പിക്കാൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് മന്ത്രി P. പ്രസാദിനെ ചടങ്ങ് ബഹിഷ്കരിക്കേണ്ടി വന്നത്. RSSന് ഇഷ്ടമില്ലാത്തതും ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ വ്യക്തിത്വമായ ജവഹർലാൽ നെഹ്റു കൃത്യമായി പറയുന്നുണ്ട് ആരാണ് ഭാരതമാതാവെന്ന്. ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ എല്ലാ ചരാചരങ്ങൾക്കുമാണ് ജയ് വിളിക്കുന്നത്. ആ ഉത്തമ ഗംഭീരമായ നിർവചനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഓർക്കുന്നു. ആ നിർവചനം വായിക്കാൻ CPI ഗവർണറോട് അഭ്യർത്ഥിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. വാഹനത്തിന്റെ എയർ ലീക്ക് പരിശോധിക്കുന്നതിനിടെ മെക്കാനിക്കിന് ദാരുണാന്ത്യം. എയർ സസ്പെൻഷൻ താഴ്ന്ന് തല കുടുങ്ങിയാണ് മെക്കാനിക് മരിച്ചത്. പാട്യം പാലാ ബസാറിലെ കൃഷ്ണ ഹൗസിൽ CV സുകുമാരനാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ടൂറിസ്റ്റ് ബസിന്റെ എയർ ലീക്ക് പരിശോധിക്കുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടമുണ്ടായത്. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അനുശോചനം രേഖപ്പെടുത്തി.
വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ആദർശനിഷ്ഠയുടെയും പര്യായമായിരുന്നു അന്തരിച്ച തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് അദ്ദേഹം പറഞ്ഞു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും നിര്യാണത്തിൽ 2 ദിവസത്തെ ദുഃഖാചരണം നടത്തുമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വം, ആദർശത്തിന്റെ വെണ്മയും വിശുദ്ധിയും അവസാനം വരെ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു ബാലകൃഷ്ണപിള്ള. ആരോടും പരിഭവവും പിണക്കവുമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച പൊതുപ്രവർത്തകൻ. അധികാര പദവികൾ വഹിക്കുമ്പോഴും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. തെന്നല ബാലകൃഷ്ണപിള്ള KPCC അധ്യക്ഷനായിരുന്ന 2001 കാലഘട്ടത്തിലാണ് UDF വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത്. 2 തവണ KPCC അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം സംഘടനയുടെ കെട്ടുറപ്പിനായി പ്രവർത്തിച്ചു. കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് KPCCയുടെ അധ്യക്ഷ പദവി വരെ അലങ്കരിച്ച അദ്ദേഹം കൊല്ലം DCC അധ്യക്ഷൻ, രാജ്യസഭാംഗം, MLA തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. പ്രസ്ഥാനത്തിനു വേണ്ടി സമ്പാദ്യം മുഴുവൻ ചെലവാക്കിയപ്പോഴും അധികാരമോഹമോ സ്വാർത്ഥ താൽപര്യങ്ങളോ ഒന്നും കടന്നുവരാത്ത പൊതുജീവിതമാണ് അദ്ദേഹത്തിന്റേത്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാ നഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. MLA, രാജ്യസഭാംഗം എന്ന നിലയിലും തെന്നല സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവം ഏവരെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെയാണ്. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. KPCC ആസ്ഥാനത്ത് ജൂൺ 7 ശനിയാഴ്ച രാവിലെ 10:30 തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ അനുശോചനം അറിയിച്ചു. കോൺഗ്രസിനെ ഉന്നതിയിലെത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്ന് K. സുധാകരൻ പറഞ്ഞു. സ്നേഹസമ്പന്നനുമായ ഒരു മഹാനായ നേതാവിനായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിര്യാണം കോൺഗ്രസിന്റെ ഒരു തീരാ നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നേരിൽ കണ്ട കാലഘട്ടം തൊട്ട് ഇത്രയും സൗമ്യതയുടെ പ്രതീകം എന്ന് പറയാവുന്ന, ഇത്രയും ന്യായയുക്തമായ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരുകയും ഉയരുകയും ചെയ്ത ഒരു നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ണൂരിൽ ഞാൻ നിരാഹാര സത്യാഗ്രഹം ചെയ്തപ്പോൾ അന്നത്തെ KPCC അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹം കണ്ണൂരിൽ കാണാൻ വന്നിരുന്നു. എത്ര മണിക്കൂറാണ് അദ്ദേഹം ഇരുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വന്നിട്ട് പോയത് തിരിച്ച് രാത്രിയാണ് എന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ സ്നേഹസമ്പന്നത അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് തുളുമ്പുന്നത് അനുഭവിക്കാൻ യോഗം കിട്ടിയ ഒരുപാട് ആളുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്. അവർക്കാർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമായി, അവർക്കാർക്കും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു ഓർമ്മയായി, ഒരു മനുഷ്യനായി ശ്രീ ബാലകൃഷ്ണപിള്ള എല്ലാവരുടെ മനസ്സിലും ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നായകനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്കറിയാൻ ഞാൻ അടുത്ത് കണ്ടിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള സ്നേഹവും വാത്സല്യവും കൂറും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കും മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ.
RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണമെന്ന് ബിനോയ് വിശ്വം. കടുംപിടുത്തം, ഭരണഘടനാ വിരുദ്ധം. ഗവർണർ രാഷ്ട്രീയ ചട്ടുകമായി അധപതിക്കുന്നു. രാജ്ഭവനെ RSS ക്യാമ്പ് ഓഫീസാക്കി മാറ്റുന്നുവെന്നും ബിനോയ് വിശ്വം. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള ഇനി ഓർമ്മ. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യം. അനുശോചിച്ച് നേതാക്കൾ. 2 ദിവസത്തെ ദുഃഖാചരണം. ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി കോൺഗ്രസ്. മാലിന്യത്തള്ളൽ നിർബാധം. അശാസ്ത്രീയമായ സംസ്കരണം ഉൾപ്പെടെ കേസുകൾ വർദ്ധിക്കുന്നു. പിഴയിനത്തിൽ എൻഫോഴ്സ്മെന്റിലെത്തുന്നത് 10,000. കുലുക്കമില്ലാതെ സ്ഥാപനങ്ങൾ. നടപടി കടുപ്പിച്ച് സ്ക്വാഡ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. എളയാവൂർ മനാറിൽ ഹുദ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പള്ളി കോമ്പൗണ്ടിൽ നിർമ്മിച്ച CCTV സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ജുമാക്ക് ശേഷം മഹൽ ഖത്തീബ് ഷറഫുദ്ദീൻ ബാഖവി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പരിപാടിയിൽ മഹല്ല് പ്രസിഡന്റ് DV ആഷിഖ്, ജനറൽ സെക്രട്ടറി മുസഫിർ മഠത്തിൽ, ട്രഷറർ TP അബ്ദുൽ ഖാദർ, കാരണവ സമിതി PR നജീബ്, മുസ്തഫ, ജലീൽ, റസാഖ്, KP മുഹമ്മദ്, ഷൌക്കത്ത് അലി, PK തയ്യിബ്, സിയാദ്, P കരീം, CH അഷ്റഫ്, അസ്ലം പാറേത്ത്, ഫായിസ്, CRP മുസ്തഫ, അസ്ലം വലിയന്നൂർ, PC അമീനുള്ള, ലത്തീഫ്, TT നൌഷാദ്, സിയാദ് ഷസാദ്, അബ്ദുൽ ഖാദർ തുടങ്ങിയവരും പങ്കെടുത്തു. بارك لنا في كل أمورنا لا سيما في أمرنا هذا بركة تامة يا رب العالمين. اللهم اجعل في أمرنا هذا صلاحا وأوسطه نجاها وآخره فلاحا ونجاها يا رب العالمين. اللهم بارك في أمرنا هذا في اجتماعنا هذا بركة تامة يا ذا الجلال. لا إله إلا الله. സിറ്റി ന്യൂസ് കണ്ണൂർ. മാടായിപ്പാറ സംരക്ഷണ സമിതി പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യ നീക്കലിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു പരിപാടികൾ. സന്ദർശകർ കൂടി ഉദ്യമത്തിൽ പങ്കാളികളായാൽ മാത്രമേ മാലിന്യത്തിന് അറുതി വരുത്താനാവുകയുള്ളൂ എന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ PP കൃഷ്ണൻ പറഞ്ഞു.
മാടായിപ്പാറയിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കലിന് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. മാലിന്യം നീക്കൽ തുടരുമെങ്കിലും സന്ദർശകർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പാറയിൽ കൊണ്ടുവന്ന് തള്ളുന്നത് നിർത്തിയാൽ മാത്രമേ ഇവിടെ മാലിന്യത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂവെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി കൃഷ്ണൻ പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സന്ദേശം. ആ സന്ദേശത്തല്ല എല്ലാവർക്കും മരം നട്ടിട്ട് ഇപ്പോ ഫോട്ടോ വരണം. അതാണ് ഇപ്പൊ. അപ്പൊ നമ്മളിപ്പോ നമ്മളെന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മള് ഈ പരിസ്ഥിതി ദിനം മാലിന്യം കുറക്കല്, പ്ലാസ്റ്റിക് മാലിന്യം ഞാൻ വിളിച്ചിരിക്കും. കറക്റ്റ് സമയത്തെത്തി പ്ലാസ്റ്റിക് മാലിന്യം പൊറുക്കല് എന്നുള്ള ഒരു ചടങ്ങ് നമ്മളിപ്പോ തുടങ്ങുന്നു. സന്ദർശകർ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ശുചീകരണ പ്രവർത്തനത്തിന് സമിതി സെക്രട്ടറി KP ചന്ദ്രാംഗതൻ, രഞ്ജിത്ത് സർക്കാർ, നാരായണൻ നെട്ടൂർ, കവി രാമകൃഷ്ണൻ കണ്ണോം, TS വിശ്വനാഥൻ, AV ചന്ദ്രൻ, ബദരി നാരായണൻ, E ബാലകൃഷ്ണൻ, VV ചന്ദ്രൻ, PP വിജയൻ, TP സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. AV ചന്ദ്രൻ മാഷ് കുന്നുകളുടെ വിലാപം എന്ന കവിത ചൊല്ലി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രകൃതിയെ വെല്ലുവിളിച്ചുള്ള മനുഷ്യന്റെ ചുവടുവെപ്പുകൾ മനുഷ്യരാശിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MK മോഹനൻ. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സ്വതന്ത്ര സ്മൃതിസ്തൂപത്തിന് സമീപം ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി മനുഷ്യനെ തടവിലാക്കി ആനന്ദ നൃത്തം ചവിട്ടിയ കോവിഡ് കാലഘട്ടം നാം മറന്നുപോകരുതെന്നും മനുഷ്യൻ പ്രകൃതിയുടെ കാവൽക്കാരാവണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ സ്വാതന്ത്ര്യ സ്മൃതി സ്തൂപത്തിന് സമീപം ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. പരിസ്ഥിതിയുടെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വർഷം പരിസ്ഥിതി ദിനം ആചരിച്ച് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള, പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദുരന്ത ഫലങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല രീതിയിലുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെ. പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളിന്ന് സമൂഹത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് കായിക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ MP ജോർജ് സ്വാഗതം പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NP പത്മജ, മണ്ഡലം പ്രസിഡന്റ് P അനൂപ്, രേഷ്മ വിനോദ്, ശ്രീദീപ്, മഹേഷ് P, ആനന്ദ് P, ജിഷ P എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം തളിപ്പറമ്പിൽ ഹോട്ടലുകൾക്ക് 30,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ഹോട്ടൽ ഹൈവേ ഇൻ, ഹോട്ടൽ സാമ്രാട്ട് എന്നീ സ്ഥാപനങ്ങൾക്കാണ് 15,000 രൂപ വീതം പിഴ ചുമത്തിയിട്ടുള്ളത്. സ്ക്വാഡ് പരിശോധനയിൽ തരംതിരിക്കാതെ കൂട്ടിയിട്ട് ജൈവ അജൈവ മാലിന്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് ഹോട്ടൽ ഹൈവേ ഇൻ, ഹോട്ടൽ സാമ്രാട്ട് എന്നീ സ്ഥാപനങ്ങൾക്ക് 15,000 രൂപ വീതം പിഴ ചുമത്തിയത്. ഹോട്ടൽ ഹൈവേ ഇന്നിൽ നടത്തിയ പരിശോധനയിൽ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം മുഴുവനും മാൻഹോളിൽ എത്തിയ ശേഷം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായും സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ടാങ്കിലേക്ക് ഒഴുകി എത്തുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്താനായി. സ്ഥാപനത്തിന് 15,000 രൂപ പിഴ ചുമത്തി മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. സ്ക്വാഡ് ഹോട്ടൽ സാമ്രാട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൂടാതെ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു വരുന്നത് പരിശോധനാ വേളയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നടപടികൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംഭരിച്ചുവെച്ചതിന് 10,000 രൂപയും ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടതിന് 5,000 രൂപയും ചേർത്ത് 15,000 രൂപയാണ് ഹോട്ടലിന് പിഴ ചുമത്തിയത്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൻ CK, തളിപ്പറമ്പ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ രസിദ P തുടങ്ങിയവരും പങ്കെടുത്തു.
വെള്ളൂരില്ലം LP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. മുതിർന്ന കർഷകൻ വല്ലതിൽ ഗോവിന്ദൻ മരം നട്ടു. ചടങ്ങ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ CK ബാബു ഉദ്ഘാടനം ചെയ്തു. ഞാനെല്ലാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പാലിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്ന് വെച്ചാൽ നമ്മളത് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, വെള്ളമായാലും ഭക്ഷ്യവസ്തുക്കളായാലും എന്തായാലും. അപ്പൊ നമുക്കറിയാം, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും മിക്കവാറും കുട്ടികളുടെ പാത്രത്തിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാവും, ഇല്ലേ? പറയൂ, പറഞ്ഞില്ലേ? കുറെ കഴിക്കാതെ കുറെ പാത്രത്തിലൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊണ്ടുപോയിട്ട് കളയുന്ന ഒരു ശീലമുണ്ട്. അപ്പം അത് എവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയും അത് നമുക്ക് സാധ്യതയില്ല, കുട്ടികൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ ഈ വേസ്റ്റുകളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വസ്തുക്കളാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പഞ്ചായത്ത് മെമ്പർ ഗീത മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഇന്നത്തെ വിഷയമായ ശുചിത്വം, വിദ്യാലയ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് നൽകി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ദോഷങ്ങളും, പ്ലാസ്റ്റിക്കിന്റെ പുനർ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു. ചടങ്ങിൽ സതീഷ് ശ്രീമന്ദിരം, വല്ലത്തിൽ ഗോവിന്ദൻ, A. പ്രഭ എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് ടീച്ചർ സജിത നെട്ടൂർ സ്വാഗതവും ഷീബ വിവി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ക്വിസും സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഫലവൃക്ഷത്തൈ നടിയിൽ നടന്നു. മാമ്പ സെൻട്രൽ LP സ്കൂളിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. എന്നാലാവും വിധമുള്ളതെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന വാർഡ് മെമ്പർ N. സവിത അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ബിജു O, ശ്രീജ V, CV ധനജയൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ആര്യ എന്നിവർ ആശംസകൾ നേർന്നു. ഹെഡ് മാസ്റ്റർ KP മനോജ് സ്വാഗതവും O. ഗാന നന്ദിയും പറഞ്ഞു. കീഴുന്ന സമന്വയ വായനശാല ഗ്രന്ഥാലയം മുംബൈയിലെ SN എന്റർപ്രൈസസ് ഉടമ AP നാരായണൻ സംഭാവന ചെയ്ത പഠന കിറ്റുകൾ കീഴുന്ന സൗത്ത് UP സ്കൂൾ, കീഴുന്ന സെൻട്രൽ LP സ്കൂൾ, കീഴുന്ന LP സ്കൂൾ എന്നിവിടങ്ങളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു ഉദ്ഘാടനം ചെയ്തു. നല്ലതുപോലെ സ്പോർട്സിൽ പറയുന്നത് ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലേ, ഓട്ടം, ചാട്ടം, ഫുട്ബോൾ അല്ലേ, ഓക്കെ, ഫുട്ബോളാവും റൊണാൾഡോ ആവണം കേട്ടോ. അങ്ങനെയെല്ലാം ആവുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് 1ാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് ജനുമാസം ചേർന്നിട്ട് ഒരു വലിയ ബോംബെയിലെ കമ്പനിയുടെ ആവശ്യപ്പെട്ടിട്ട് ഇവിടെയുള്ള മക്കൾക്ക് 1ാം ക്ലാസ് മക്കൾക്ക് ഒരു പഠനവും പകർത്തുകയും ചെയ്യുന്നത്. അത് നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു നേട്ടമാണ്, ഒരു അംഗീകാരമാണ്. മറ്റേ മക്കളെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലതുപോലെ പഠനം പാലിക്കുക. കീഴുന്ന സൗത്ത് UP സ്കൂൾ PTA പ്രസിഡന്റ് സന്ധ്യ ഷാജി അധ്യക്ഷയായി. രവീന്ദ്രൻ കീഴുന്ന, ജിനു ഐച്ചങ്കണ്ടി, KV ജയരാജ്, നാസർ ഉസ്താദ്, R ബിന്ദു, ബിനോയ് എന്നിവർ സംസാരിച്ചു. കീഴുന്ന സെൻട്രൽ LP സ്കൂളിൽ ജിനു ഐച്ചങ്കണ്ടി അധ്യക്ഷനായി. രവീന്ദ്രൻ കീഴുന്ന, MV ലക്ഷ്മണൻ, ഹെഡ്മിസ്ട്രസ് KV ദീപ, VK മൃദുല എന്നിവർ സംസാരിച്ചു. കീഴുന്ന LP സ്കൂളിൽ രവീന്ദ്രൻ കീഴുന്ന അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് C ധന്യ, ജനു ഐച്ചങ്കണ്ടി, K ജൂലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുണ്ടയോട് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. വളപട്ടണം ASI CK സുജിത്ത് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ക്വിസ്, പോസ്റ്റർ രചന, CK സുജിത്തിന്റെ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു. പരിസ്ഥിതി പ്രതിജ്ഞയുമുണ്ടായി. ചങ്ങാതിക്കൊരു ചെടി പരിപാടിയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ തൈകൾ മറ്റു കുട്ടികൾക്ക് പരസ്പരം കൈമാറി. മുഴുവൻ കുട്ടികൾക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഹെഡ്മിസ്ട്രസ് PC ജ്യോതി, K അഖില എന്നിവർ സംസാരിച്ചു. NP മുഹമ്മദ്, P നിവ്യ, MK നിജില തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാണിജ്യം. കണ്ണൂരിനെ അന്നമൂട്ടി മേലെ ചൊവ്വയിലെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന പറമ്പിൽ ട്രേഡേഴ്സ് അരി വ്യാപാരത്തിൽ ഇന്നിവർ വിപണി കീഴടക്കിയിരിക്കുകയാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ അരികൾ ഹോൾസെയിൽ വിലക്കാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മേൽത്തരം പൊന്നി അരികളും ബിരിയാണി അരികളും പറമ്പിൽ ട്രേഡേഴ്സിൻ്റെ മാത്രം ട്രേഡ് മാർക്കാണ്. മറ്റ് ബ്രാൻഡഡ് അരികളും ഗുണമേന്മ ഒട്ടും ചോരാതെ കുറഞ്ഞ വിലയിൽ ഇവിടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും.
വിവിധ ബ്രാൻഡുകളുടെ നേരിയരി, കുറുവ, പൊന്നി, മട്ട അരികൾ ഹോൾസെയിലായി ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 സ്റ്റാർ പൊന്നി, ബിരിയാണി റൈസുകൾ തുടങ്ങിയവ പറമ്പിൽ ട്രേഡേഴ്സിൽ മാത്രം ലഭ്യമാകുന്നവയാണ്. വിവിധ തരത്തിലുള്ള അരികൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളാണ്. അരികളുടെ ഗുണനിലവാരമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് സ്ഥാപനമുടമ കാർത്തികേയൻ പറഞ്ഞു. അപ്പോൾ ഈടെ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊന്നിയരി ഈടെ കണ്ണൂർ കിട്ടൂല. നമ്മളുടെ അടുത്ത് മാത്രമേ ഈ തമിഴ്നാട് പൊന്നി കിട്ടും. എല്ലാം ബ്രാൻഡഡ് സാധനമാണ്. ഹോൾസെയിലിൻ്റെ ഇതാണ്, പൈസയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുത്താൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ അരിനെ പറ്റിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. പറമ്പിൽ ട്രേഡേഴ്സിൻ്റെ കുറേ കസ്റ്റമർ ഉണ്ട്. പിന്നെ നല്ല സാധനം എല്ലാം ബ്രാൻഡഡ്. നമ്മളെ ബിരിയാണി അരി ആയാലും വെള്ളക്കുറുവയായാലും മഞ്ഞക്കുറുവയായാലും പിന്നെ പൊന്നി റൈസിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ കുത്തരി ആയാലും പിന്നെ ഏതായാലും നമ്മളെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അരിയാണ്. അത് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. പൈസ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുക. പിന്നെ പൈസ പ്രധാനമല്ല, കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയിൽ കൊടുക്കുക. കുറഞ്ഞ വിലയിൽ വിപണിയിൽ അരി ലഭ്യമാക്കുക എന്നതുകൂടിയാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ 3 വർഷമായി കസ്റ്റമേഴ്സ് പറമ്പിൽ ട്രേഡേഴ്സിന് നൽകിയ പ്രോത്സാഹനവും വിശ്വാസവുമാണ് ഈ കാലയളവിൽ പ്രചോദനമായതെന്നും പറമ്പിൽ ട്രേഡേഴ്സ് ഉടമ പറഞ്ഞു. തറവാട് പേര് ചേർത്താണ് പറമ്പിൽ ട്രേഡേഴ്സ് എന്ന പേര് സ്ഥാപനത്തിന് നൽകാൻ കാരണമായത് എന്നും ഉടമ കൂട്ടിച്ചേർത്തു. പറമ്പിൽ ട്രേഡേഴ്സ് തുടങ്ങാൻ കാരണം എൻ്റെ അനീത്തിൻ്റെ ജ്ഞാപകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ സ്ഥാപനം നമ്മളെ വീട്ടിൻ്റെ തറവാട്ടിൻ്റെ പേരാണ് പറമ്പിൽ ട്രേഡേഴ്സ്. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,130, പവന് 73,040 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. RSS ആണോ ഭരണഘടനയാണോ വലുതെന്ന് ഗവർണർ തീരുമാനിക്കണമെന്ന് ബിനോയ് വിശ്വം. കടുംപിടുത്തം, ഭരണഘടനാ വിരുദ്ധം. ഗവർണർ രാഷ്ട്രീയ ചട്ടുകമായി അധപതിക്കുന്നു. രാജ്ഭവനെ RSS ക്യാമ്പ് ഓഫീസാക്കി മാറ്റുന്നുവെന്നും ബിനോയ് വിശ്വം. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള ഇനി ഓർമ്മ. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യം. അനുശോചിച്ച് നേതാക്കൾ. 2 ദിവസത്തെ ദുഃഖാചരണം. ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി കോൺഗ്രസ്. മാലിന്യത്തള്ളൽ നിർബാധം. അശാസ്ത്രീയമായ സംസ്കരണം ഉൾപ്പെടെ കേസുകൾ വർദ്ധിക്കുന്നു. പിഴയിനത്തിൽ എൻഫോഴ്സ്മെന്റിലെത്തുന്നത് 10,000. കുലുക്കമില്ലാതെ സ്ഥാപനങ്ങൾ. നടപടി കടുപ്പിച്ച് സ്ക്വാഡ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.